ശ്രുതിലയ ഭാവസുന്ദരം സുമധുരമാകുമീ സ്വരം ജനമന സ്നേഹസാന്ദ്രമായി ഇതലെഴും രാഗവൈഭവം. ഞങ്ങളുടെ ഗാനം. ആകാശവാണി മഞ്ചേരി FM-ന്റെ 20ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. ആകാശവാണി മഞ്ചേരി FM 20ാം വാർഷികം ആഘോഷിക്കുന്ന ഈ മനോഹര വേളയിൽ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നോക്കാം. ഹൃദയങ്ങൾ മന്ത്രിക്കുന്ന ജീവിതഗാനം ആകാശവാണിയുടെ കൂടി താളത്തിലുള്ളതല്ലേ? 20ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണി മഞ്ചേരി FM അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി ഞങ്ങളുടെ ഗാനം. ശ്രുതിലയ ഭാവസുന്ദരം സുമധുരമാകുമീ സ്വരം ജനമന സ്നേഹസാന്ദ്രമായി. വിവിധ മേഖലകളിലെ 20 പ്രതിഭകൾ ആകാശവാണി അനുഭവങ്ങളും ഇഷ്ടഗാനങ്ങളും പങ്കിടുന്ന പരിപാടിയുടെ 2ാം ഭാഗത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഹൃദയ പരാഗബന്ധുരം FM മഞ്ചേരി എന്നുമേ നാടിൻ ജീവനാ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ പി രവീന്ദ്രൻ, കവിയും പ്രക്ഷേപകനുമായ PP ശ്രീധരനുണ്ണി, അഭിനേതാവ് ശരത് ദാസ്, ഗാനരചയിതാവ് OM കരുവാരക്കുണ്ട്, അഭിനേതാവ് സാജൻ സൂര്യ, ഗാനരചയിതാവ് ബാപ്പു വാവാട്, അഭിനേതാവും നിർമ്മാതാവുമായ ദിനേശ് പണിക്കർ എന്നിവരാണ് ഇന്ന് നമുക്കൊപ്പം. കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ പി രവീന്ദ്രനാണ് നമ്മുടെ കൂടെ റേഡിയോ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ചേർന്നിരിക്കുന്നത്. ഗൃഹാതുരത്വം ഉണർത്തുന്ന അനുഭവങ്ങൾ അദ്ദേഹത്തിന് ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാനുണ്ട്. ഞാൻ ഡോക്ടർ രവീന്ദ്രൻ, കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ. മഞ്ചേരി FM റേഡിയോ വാർഷികത്തിലേക്ക് നീങ്ങുന്നു എന്നറിഞ്ഞതിൽ വളരെ വളരെ സന്തോഷം. നിങ്ങളുടെ ഈ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് എൻ്റെ പ്രായത്തിലുള്ള മറ്റുള്ളവരുടെയും അവസ്ഥ ഇത് തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. റേഡിയോ എന്ന് പറയുമ്പോൾ തന്നെ വളരെയേറെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകൾ ഒട്ടേറെയുണ്ട്. സത്യത്തിൽ റേഡിയോ ആയിരുന്നു നമ്മുടെ ജീവിതചര്യകൾ, ദിനചര്യകൾ വരെ നിശ്ചയിച്ചിരുന്നത്. ഈ രാവിലെ കഴിഞ്ഞാൽ പ്രാദേശിക വാർത്തകളും അതുപോലെ സംസ്കൃതം വാർത്ത, കൃഷിപാഠം, അങ്ങനെ പല പല പദ്ധതികൾ. പിന്നെ വൈകുന്നേരം കണ്ടതും കേട്ടതും, വായനക്കാരുടെ കത്തുകൾ ഒരു പങ്ക്തി ഉണ്ടായിരുന്നു. ഞാനതിലൊക്കെ സ്ഥിരമായിട്ട് പങ്കെടുത്തിരുന്ന ഒരാളാണ്. പിന്നീട് ക്രിക്കറ്റ് ഭ്രമം വന്നപ്പോൾ ക്രിക്കറ്റ് കമൻട്രി കേട്ട് ക്രിക്കറ്റ് ആസ്വദിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, ഇന്ന് TV-യിൽ ഈ കളി കാണുന്നതിനേക്കാൾ കൂടുതൽ അന്ന് JP നാരായണൻ്റെയും ദിലീപ് ജോഷിയുടെയൊക്കെ കമൻട്രി കേട്ട് നമ്മൾ ഈ ക്രിക്കറ്റ് ആസ്വദിച്ചിരുന്നു എന്ന്. അപ്പോൾ അതെല്ലാം നമ്മളെ ഒരുപാട് പുതിയൊരു ലോകം തന്നെ അന്ന് തുറന്നു തന്നിരുന്നു. നമുക്ക് ഈ നാടകങ്ങൾ കാണാൻ പറ്റാതെ കേട്ട് നാടകങ്ങൾ ആസ്വദിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് റേഡിയോ നാടകങ്ങൾ. ഇന്നും പല നാടകങ്ങളും എനിക്ക് ഓർമ്മയുണ്ട്. സ്വന്തം കവിത, അതിലെ കവിതകൾ, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും നമുക്ക് അടർത്തി മാറ്റാൻ പറ്റാത്ത എത്രയോ സുന്ദരമായ ഓർമ്മകൾ റേഡിയോ നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ FM റേഡിയോ വന്നതിന് ശേഷമാണ് ഇത്രയേറെ ഇൻ്ററാക്റ്റീവായിട്ട് റേഡിയോ മാറിയത്. നമുക്ക് പലപ്പോഴും നമുക്ക് ആവശ്യപ്പെട്ട ഗാനങ്ങൾ, അതുപോലെ മറ്റൊരുപാട് പരിപാടികൾ ഞാൻ തന്നെ മഞ്ചേരി FM റേഡിയോയിൽ വന്ന് പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസപരമായിട്ടൊക്കെ കോഴിക്കോടും FM റേഡിയോയിൽ വന്നിട്ടുണ്ട്. എന്തായാലും ഈ വേളയിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം കൂടി ഞാൻ ആവശ്യപ്പെടുകയാണ്. മധുരം ജീവാമൃത ബിന്ദു. അതിന് കാരണം ആ വരികൾ തന്നെ വളരെ മനോഹരമാണ്. ജീവാമൃത ബിന്ദു എന്നുള്ളൊരു പ്രയോഗം ജീവിതത്തെക്കുറിച്ച് വളരെ സുന്ദരമായൊരു കാഴ്ചപ്പാട് നൽകുന്നതാണ്. ചെങ്കോൽ എന്ന സിനിമയിലെ യേശുദാസ് പാടിയ ആ ഗാനം ഞാൻ ആവശ്യപ്പെടുകയാണ്. മധുരം ജീവാമൃത ബിന്ദു, മധുരം ജീവാമൃത ബിന്ദു, മധുരം ജീവാമൃത ബിന്ദു, ഹൃദയം പാടും ലയ സിന്ധു
സൗഗന്ധികങ്ങളെ ഉണരൂ വീണ്ടുമെൻ മുഖമാം രാത്രിയിൽ പാർവണം പെയ്യുമീ സൗഗന്ധികങ്ങളെ ഉണരൂ വീണ്ടുമെൻ മുഖമാം രാത്രിയിൽ പാർവണം പെയ്യുമീ ഏകാന്തയാമവീഥിയിൽ കാന്തമാണെങ്കിലും മധുരം ജീവാമൃതബിന്ദു മധുരം ജീവാമൃതബിന്ദു ഹൃദയം പാടും ലയസിന്ധു മധുരം ജീവാമൃതബിന്ദു. ചേതോ വികാരമേ നിറയൂ വീണ്ടുമെൻ ലോലമാം സന്ധ്യയിൽ ആതിരാത്തെന്നലിൻ നിഹാരബിന്ദു ചൂടുവാൻ. ചേതോ വികാരമേ നിറയൂ വീണ്ടുമെൻ ലോലമാം സന്ധ്യയിൽ ആതിരാത്തെന്നലിൻ നിഹാരബിന്ദു ചൂടുവാൻ. കാന്തമാണെങ്കിലും കാന്തമാണെങ്കിലും സ്വപ്നവേഗങ്ങളിൽ വീഴാതെ നിൽക്കുമെന്റെ ചേതന. നിൻവിരൽ പൂതൊടുമ്പോഴൻ നെഞ്ചിൽ മധുരം ജീവാമൃതബിന്ദു മധുരം ജീവാമൃതബിന്ദു. ഹൃദയം പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മഞ്ചേരി FM നിലയവുമായിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. ഈ സ്വരം ശ്രോതാക്കളിൽ പലരും തിരിച്ചറിയുന്നത് ഗാന്ധിജിയുടെ ശബ്ദമായിട്ടായിരിക്കും. കവി, ഗാനരചയിതാവ്, പ്രക്ഷേപകൻ എന്നിങ്ങനെ വിവിധ നിലകളിൽ കയ്യൊപ്പ് ചാർത്തിയ പ്രതിഭ PP ശ്രീധരനുണ്ണിയാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. 35 വർഷം നീണ്ട തന്റെ ആകാശവാണിക്കാലത്ത് 1/4 നൂറ്റാണ്ടിലേറെക്കാലം അദ്ദേഹം ഗാന്ധിമാർഗം പരിപാടിയിലൂടെ ഗാന്ധിജിയുടെ ശബ്ദമായി. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരമടക്കം നിരവധി പുരസ്കാരങ്ങൾ ഈ സാഹിത്യകാരനെ തേടിയെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. മഞ്ചേരി FM തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ പ്രദേശവും മഞ്ചേരി പ്രദേശവുമായിട്ട് മലപ്പുറം ജില്ലയുമായിട്ട് ഒക്കെയുള്ള ഒരു പഴയ ബന്ധമുണ്ട്. ആകാശവാണിയുടെ ഈ കാർഷിക രംഗം, വയലും വീടും പരിപാടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ പ്രദേശങ്ങളിൽ കർഷകരുടെ ഇന്റർവ്യൂ റെക്കോർഡ് ചെയ്യാനും അവിടെ കശുമാവ് ഗവേഷണ കേന്ദ്രത്തില് വിദഗ്ധരുടെ ഇന്റർവ്യൂ ചെയ്യാനും ഒക്കെ വരുന്ന പഴയ ഓർമ്മ. അങ്ങനെ ഇരിക്കെയാണ് 2006 അവിടെ ഒരു FM നിലയം ഉദിക്കുന്നത്.
ഉദിക്കുക എന്ന് തന്നെ പറയണോ? കാരണം അത് നക്ഷത്രം ഉദിക്കുന്നത് പോലെയാണ്. വളരെ അവികസിതമായി കിടന്നിരുന്ന ഒരു പഴയ പ്രദേശം, ആ പ്രദേശത്ത് പുതിയ പുതിയ വെളിച്ചം വരികയാണ്, പുതിയ പുതിയ തരംഗങ്ങൾ ഉദിക്കുകയാണ്. ആ ഒരു വലിയ സന്തോഷത്തിലായിരുന്നു അന്ന് മലപ്പുറം ജില്ല മുഴുവൻ എന്ന് ഞാൻ ഓർക്കുന്നു. കാരണം അന്ന് വളരെ സാംസ്കാരികമായി വളരെ ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു ജില്ല എന്ന നിലയിലും കൂടി നമ്മൾ മലപ്പുറത്തെ കാണണം. അതേസമയം സാമ്പത്തികമായും മറ്റ് വികസനപരമായും ഒക്കെ പിന്നാക്കം നിൽക്കുന്ന പ്രദേശം കൂടിയായിരുന്നു ആ കാലത്ത്. പക്ഷെ അതൊക്കെ മാറി. ഇന്ന് വളരെയധികം ഡെവലപ്മെന്റ്സ്, വികസനങ്ങൾ ആ പ്രദേശത്ത് വന്നു കഴിഞ്ഞു. അതിന് ഒരു ഊർണ്ണായി വർത്തിച്ച ഒരു ഘടകമാണ് മഞ്ചേരി FM നിലയം എന്ന് ഞാനിപ്പോ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുകയാണ്. കാരണം അവിടെ നിന്നുള്ള പ്രക്ഷേപണങ്ങൾ ഏത് തരം പ്രക്ഷേപണമായാലും, കലയായാലും, മാപ്പിളപ്പാട്ടായാലും, നാടോടിപ്പാട്ടായാലും, സിനിമാ പാട്ടായാലും, പ്രഭാഷണങ്ങളായാലും ഒക്കെ വളരെ പങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു ലിസണിങ്, ഒരു ശ്രോതൃനിര അവിടെ ഉണ്ട് എന്നുള്ളത് വലിയ ഒരു ആ നിലയത്തിന്റെ ഒരു വിജയഗാഥ എന്ന് തന്നെ പറയാവുന്നതാണ്. തീർച്ചയായും 20ാമത് വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മൾ ആ കാലത്തെ കുറിച്ച് ആലോചിക്കണം. കാരണം സാംസ്കാരിക പുരോഗതിയോടൊപ്പം തന്നെ സാമ്പത്തിക പുരോഗതിയും മറ്റ് പുരോഗതികളും ഒന്നിച്ചു കൂട്ടിച്ചേർത്തുകൊണ്ട് ജില്ലയെ വികസിപ്പിച്ചെടുത്ത ആ പ്രദേശത്തെ മുഴുവൻ ഒരു വെളിച്ചത്തിലേക്ക് നയിച്ച ഒരു FM നിലയം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ നമ്മൾ അതിനെ കാണുന്നത്, ആരാധിക്കുന്നത് എന്ന് തന്നെ പറയണം. ഒരു പഴയ ഒരു റേഡിയോവിന്റെ വക്താവ് എന്ന നിലയ്ക്ക് ആരാധിക്കുന്നത് എന്ന് തന്നെ പറയണം. സാക്ഷരതയുടെ കാര്യത്തിലൊക്കെ വളരെ മുന്നോട്ട് പോകാൻ ഈ നിലയം വഹിച്ച പങ്ക് വളരെ വലുതാണ് എന്ന് ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. 20ാമത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ ഒരു യൗവനത്തിന്റെ ആരംഭമാണ്, യൗവന കാലഘട്ടത്തിന്റെ ആരംഭമാണ്. തീർച്ചയായും ഈ യൗവന കാലഘട്ടവും ഉത്തരോത്തരം ആ നിലയത്തിന് പുരോഗതി ഉണ്ടാകും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷ ആണ് എനിക്കിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഈ നിലയത്തിന് എന്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു, ആശംസകൾ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു മനോഹരമായ ഗാനമുണ്ട്. ആ ഗാനം എഴുതിയിട്ടുള്ളത് എൻ്റെ ഗുരുസ്ഥാനീയനായിട്ടുള്ള തിക്കോടിയൻ മാഷാണ്. അദ്ദേഹത്തിന്റെ ചരമദിനം കൂടിയാണ് ഈ ജനുവരി 28 എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു ഓർമ്മ എൻ്റെ മനസ്സിൽ, ആ പാട്ട് പ്രക്ഷേപണത്തിലൂടെ ഒന്ന് കേട്ടാൽ വളരെ സന്തോഷകരമായ ഒരു അനുഭവമാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട പോരണ്ടാന്ന്, പോരണ്ട പോരണ്ടാന്ന്, അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട പോരണ്ടാന്ന്, പോരണ്ട പോരണ്ടാന്ന്. പൂക്കണ കന്നിപ്പാടത്ത് കാറ്റുമൂളണ നേരത്ത്, കാറ്റുമൂളണ നേരത്ത്, കൂരാൻ കുന്നിന്റെ പാലമോളില് കൂമൻ മൂളണ നേരത്ത്, കൂമൻ മൂളണ നേരത്ത്, കൈത പൂക്കണ കന്നിപ്പാടത്ത് കാറ്റ് മൂളണ നേരത്ത്, കൂരാൻ കുന്നിന്റെ പാലമോളില് കൂമൻ മൂളണ നേരത്ത്, അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട 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 പോരണ്ട. വേലക്കാവിലെ വേല കാണാൻ കോരൻ ചെക്കന് പൂതി വന്ന്, കോരൻ ചെക്കന് പൂതി വന്ന്, കോരൻ ചെക്കന്റെ കൂടെ പോകാൻ നീലിപ്പെണ്ണിനും പൂതി വന്ന്, നീലിപ്പെണ്ണിനും പൂതി വന്ന്, വേലക്കാവിലെ വേല കാണാൻ കോരൻ ചെക്കന് പൂതി വന്ന്, കോരൻ ചെക്കന്റെ കൂടെ പോകാൻ നീലിപ്പെണ്ണിനും പൂതി വന്ന്, അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട 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 പോരണ്ട. കൊണ്ട് മൂടി വെച്ച് പെണ്ണ്
മാലെ മാറിലണിഞ്ഞ് തുള്ളിച്ചൊപ്പരം പെണ്ണ് നടന്ന് ഊതി കൊണ്ട് മുടി ചീകി വെച്ച് പെണ്ണ്, പിന്നെ കാതില് കൈതോല തിരുകി വെച്ച് കല്ല് മാലെ മാറിലണിച്ച് തുള്ളിച്ചൊപ്പരം പെണ്ണ് നടന്ന്. അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട പോരണ്ടാന്ന്, പോരണ്ട പോരണ്ടാന്ന്. പെണ്ണിനെ തമ്പ്രാനും കണ്ട് തമ്പ്രാന്റെ ഉള്ളിൽ ഇടിമിന്നലോടി. നീലി പെണ്ണിനെ തമ്പ്രാനും കണ്ട് തമ്പ്രാന്റെ ഉള്ളിൽ ഇടിമിന്നലോടി. ആളും കോളും കൂട്ടി വിളിച്ച് നീലി പെണ്ണിനെ കട്ടോണ്ടും പോയി. നീലി പെണ്ണിനെ തമ്പ്രാനും കണ്ട് തമ്പ്രാന്റെ ഉള്ളിൽ ഇടിമിന്നലോടി. ആളും കോളും കൂട്ടി വിളിച്ച് നീലി പെണ്ണിനെ കട്ടോണ്ടും പോയി. അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട പോരണ്ടാന്ന്, പോരണ്ട പോരണ്ടാന്ന്. 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 ശരത് ദാസ് നായകനായും വില്ലനായും സൗമ്യമായ വേഷങ്ങളിലൂടെയും നിരവധി സിനിമകളിലും പരമ്പരകളിലും വേഷമിട്ട ശ്രദ്ധേയനായ അഭിനേതാവ് ശരത് ദാസ്. ഭാരതത്തിന്റെ വിവിധങ്ങളായ കലയുടെ മാമാങ്കം തീർക്കുന്ന ആകാശവാണി കുട്ടിക്കാലം മുതൽ മധുരതരമായ ഓർമ്മകൾ സമ്മാനിച്ചിട്ടുണ്ടെന്ന് സ്മരിക്കുന്നു. ആകാശവാണിയുടെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ശരത് ദാസ്, അഭിനേതാവാണ്. കഴിഞ്ഞ 32 വർഷങ്ങളായി നിങ്ങളുടെ ഇടയിലുണ്ട്. ശരത് ദാസിന്റെ ആകാശവാണി ഓർമ്മകൾക്കൊപ്പം നമുക്കും ചേരാം. ആകാശവാണി എന്ന് കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ റേഡിയോ എന്ന് കേൾക്കുമ്പോൾ വളരെ മനോഹരങ്ങളായ മധുരങ്ങളായ ഓർമ്മകളാണ് എൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. ഇക്കാലത്തൊക്കെ ദൂരദർശനും റേഡിയോയും മാത്രമായിരുന്നു നമുക്കുള്ള പാട്ടുകൾ കേൾക്കാനും വാർത്തകൾ കേൾക്കാനും ഒക്കെ ഉണ്ടായിരുന്നത്. എൻ്റെ കുട്ടിക്കാലത്തെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എൻ്റെ അച്ഛൻ കഥകളി ഗായകൻ ആയിരുന്നു, കലാമണ്ഡലം വെൺമണി ഹരിദാസ്. അപ്പോൾ അച്ഛൻ്റെ പാട്ട് ഇടയ്ക്കിടയ്ക്ക് കഥകളി സംഗീതം റേഡിയോയിലൂടെ കേൾക്കാനുള്ള ഭാഗ്യവും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കർണാടക സംഗീതവും കഥകളി സംഗീതവും എല്ലാം കേട്ടും ഭാരതത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള കലയുടെ മാമാങ്കം തന്നെ നമുക്ക് ഇതിലൂടെ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്, അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യം അഭിനയിച്ച സിനിമയിലും സ്വം എന്നുള്ള ചലച്ചിത്രമുണ്ട്. അതിൽ അച്ഛനും ഞാനും കൂടിയിട്ടാണ് അഭിനയിച്ചത്. അതിലെ ഒരു പ്രധാന കഥാപാത്രവും റേഡിയോ ആയിരുന്നു. എപ്പോഴും പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചായക്കടക്കാരന്റെ വേഷമായിരുന്നു എൻ്റെ അച്ഛന്. അപ്പോൾ എൻ്റെ സിനിമാ ജീവിതത്തിന്റെ തുടക്കത്തിലും റേഡിയോ ഉണ്ട്. ഇപ്പോഴും കാറിലൂടെ സഞ്ചരിക്കുമ്പോൾ ആകാശവാണിയുടെ ഇത് കേൾക്കാറുണ്ട്. അപ്പോൾ എന്നും എപ്പോഴും മധുരതരമായിട്ടുള്ള ഓർമ്മകളാണ് എനിക്ക് ആകാശവാണിയോടും ഓൾ ഇന്ത്യ റേഡിയോടും ഒക്കെ ഉള്ളത്. പിന്നെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്ന ആകാശവാണിയുടെ ആകാശം വെച്ച് തുടങ്ങുന്ന ഒരു പാട്ട് ആയേക്കാം അല്ലേ. അപ്പോൾ ശരത് സാർ, നമ്മുടെ ശരത്തേട്ടൻ, എൻ്റെ പേര് തന്നെയുള്ള ശരത്തേട്ടൻ സംഗീത സംവിധാനം ചെയ്ത് ആകാശദീപം എന്നും ഉണരുമിടമായോ, ആ പാട്ട് എനിക്ക് കേൾക്കാൻ, ആകാശവാണിയിലൂടെ കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്തായാലും 20 വർഷം തികയ്ക്കുന്ന മഞ്ചേരി ആകാശവാണിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇനിയും ഒരുപാട് വർഷം നമ്മുടെ ഇടയിലുണ്ടാവട്ടെ. മധുരമായ ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കാൻ സാധിക്കട്ടെ. എല്ലാ ആശംസകളും. ആകാശദീപമെന്നും ഉണരുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. ആകാശദീപമെന്നും ഉണരുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. മൗനരാഗമണിയും താരിളം തെന്നലേ, പൊൻപരാഗമിളകും വാരിളം പൂക്കളേ. ആകാശദീപമെന്നും ഉണരുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ.
കണകളെന്നിംഗിതം തേടിയല്ലോ നിന്മണിത്തുണ്ടിൽ അമൃത മധുരലയമോർമ്മയായി തോർന്നുവല്ലോ. വാരിൽ ഉണർന്ന മതകരളത എവിടെ, മണ്ണിൽ തുറന്ന മധുതര മതമെവിടെ. താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. പൈമ്പുഴയിൽ ഋതുചലനഗതികളരുളി അണിവിരലാ ജലചാരുരേഖ എഴുതി നാമുണരുമ്പോ ആകാശദീപമെന്നും ഉണരുമിടമായോ. താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. ആകാശദീപമെന്നും ഉണരുമിടമായോ. താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. മൗനരാഗമണിയും താരിളം തെന്നലേ പൊൻപരാഗമിളകും താരിളം പൂക്കളേ. ഉണരുമ്പോ ആകാശദീപമെന്നും ഉണരുമിടമായോ. താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. പ്രിയമുള്ളവരെ, എൻ്റെ ഒരുപാട് രചനകളെ ആസ്വാദകരുടെ മുമ്പിലെത്തിച്ച ആൾ ഇന്ത്യ റേഡിയോ മഞ്ചേരി നിലയം 20ന്റെ നിറവിലാണ്. മാപ്പിളപ്പാട്ടിന്റെ തനത് ഗ്രാമീണ ശൈലിയും വരികളും ആസ്വാദക ഹൃദയങ്ങളിലെത്തിച്ച പ്രിയ കവി OM കരുവാരക്കുണ്ട്. തന്റെ ഒരുപാട് രചനകളെ മലയാളികളിലേക്ക് എത്തിച്ച റേഡിയോ എന്നും അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ടതാണ്. സാധാരണക്കാരായ സംഗീതാസ്വാദകരെ തൊട്ടറിയാൻ ഏറ്റവും കൂടുതൽ അവസരം ലഭിച്ചത് ആകാശവാണിയിലൂടെയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. എല്ലാവിധ ആശംസകളും നേരുന്നു. കൂട്ടത്തിൽ മലയാളത്തിൻ്റെ വാനമ്പാടി ചിത്ര പാടിയ പുഞ്ചിരി കാണുവാൻ എന്താഴക് എന്ന് തുടങ്ങുന്ന പാട്ട് ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്നു. പുഞ്ചിരി കാണുവാൻ എന്തഴക്, പൂങ്കവിളോരത്ത് പൊന്നഴക്. പുഞ്ചിരി കാണുവാൻ എന്തഴക്, പൂങ്കവിളോരത്ത് പൊന്നഴക്. ചെഞ്ചരണങ്ങളിൽ പൂങ്കോലസ്, ചെഞ്ചൊടി തുമ്പത്ത് പൂക്കും കെസ്. ചെഞ്ചരണങ്ങളിൽ പൂങ്കോലസ്, ചെഞ്ചൊടി തുമ്പത്ത് പൂക്കും കെസ്. ആനന്ദ പൊന്നൂഞ്ചലാടും മങ്ക, ആറ്റക്കുഴലിൻ മികവും ചൊങ്ക. ആനന്ദ പൊന്നൂഞ്ചലാടും മങ്ക, ആറ്റക്കുഴലിൻ മികവും
മണവാട്ടി പെണ്ണിന് ഇടനെഞ്ചിലിടക്കിട തുടികൊട്ടും നാണം മനതാരിനുള്ളിൽ അടിമുടി മടവിയിൽ അണപൊട്ടും നാണം മണവാട്ടി പെണ്ണിന് ഇടനെഞ്ചിലിടക്കിട തുടികൊട്ടും നാണം മനതാരിനുള്ളിൽ അടിമുടി മടവിയിൽ അണപൊട്ടും നാണം ഇന്നാണേ സുഖദാരിൽ അണയണ അഭിലാഷം പുലരണ മധുരിതരാവ് ഇന്നാണേ സുഖദാരിൽ അണയണ അഭിലാഷം പുലരണ മധുരിതരാവ് അനുരാഗത്തീകവിന്റെ മാതകരാവ് അനുരാഗത്തീകവിന്റെ മാതകരാവ് പുഞ്ചിരി കാണുവാനെന്തഴക് പൂങ്കവിളോരത്ത് പൊന്നഴക് ചെഞ്ചരണങ്ങളിൽ പൂങ്കോലുസ് ചെഞ്ചൊടി തുമ്പത്ത് പൂക്കും കെസ് ആനന്ദ പൊന്നൂഞ്ചലാടും മങ്ക ആറ്റക്കുഴലിൻ മികവും ചൊങ്ക പതിനാലാം രാവ് വഴിതെറ്റി ഉദിച്ചത് ഇവിടമിലാണോ പുതുമകൾ പൂക്കും അഴകിന്റെ അതിർപ്പങ്ങൾ ഒരുമിച്ചതാണോ പതിനാലാം രാവ് വഴിതെറ്റി ഉദിച്ചത് ഇവിടമിലാണോ പുതുമകൾ പൂക്കും അഴകിന്റെ അതിർപ്പങ്ങൾ ഒരുമിച്ചതാണോ കണ്ണാണേ മണിമാരൻ ഇവളെന്ന് മധുരസം കിനിയുന്ന കൽക്കണ്ടമാണേ കണ്ണാണേ മണിമാരൻ ഇവളെന്ന് മധുരസം കിനിയുന്ന കൽക്കണ്ടമാണേ മഹിയാകെ പൂകൾ പൊങ്ങും മംഗലമാണേ മഹിയാകെ പൂകൾ പൊങ്ങും മംഗലമാണേ പുഞ്ചിരി കാണുവാനെന്തഴക് പൂങ്കവിളോരത്ത് പൊന്നഴക് ചെഞ്ചരണങ്ങളിൽ പൂങ്കോലുസ് ചെഞ്ചൊടി തുമ്പത്ത് പൂക്കും കെസ് ആനന്ദ പൊന്നൂഞ്ചലാടും മങ്ക ആറ്റക്കുഴലിൻ മികവും ചൊങ്ക പുഞ്ചിരി കാണുവാനെന്തഴക് ഞങ്ങളുടെ ഗാനം. ശ്രുതിലയ ഭാവസുന്ദരം സുമധുരമാകുമീ സ്വരം ജനമന സ്നേഹസാന്ദ്രമായി ഇതളിഴും രാഗവൈഭവം 20 ദീപ്തവത്സരം ഹൃദയ പരാഗബന്ധുരം എഫ്എം മഞ്ചേരി ഇനി എന്നുമേ നാടിൻ ജീവനായി നിറനാദമായി എഫ്എം മഞ്ചേരി ഇനി എന്നുമേ നാടിൻ ജീവനായി നിറനാദമായി. മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും നടനായും സഹനടനായും വില്ലനായും അരങ്ങ് തകർത്ത കലാകാരൻ നാടകത്തട്ടിലൂടെ വന്ന് ഇന്ന് മിനി സ്ക്രീനിൽ നിറസാന്നിധ്യമായ അഭിനേതാവ് സാജൻ സൂര്യ തന്റെ റേഡിയോ ഓർമ്മകളിലൂടെ. എല്ലാവർക്കും നമസ്കാരം. സാജൻ സൂര്യയാണ്. ആകാശവാണി മഞ്ചേരിയുടെ 20ാമത്തെ വാർഷികം ആഘോഷിക്കുകയാണ്. അപ്പൊ അതിന് എനിക്കൊരു അവസരം തന്നതിൽ ഒരുപാട് നന്ദി. ആകാശവാണിയായിട്ട് തിരുവനന്തപുരമായിട്ട് നല്ല ബന്ധമുണ്ട്. പ്രീഗീതം ചെയ്തിട്ടുണ്ട്, ഒരു നാടകം ചെയ്തിട്ടുണ്ട്, ആകാശവാണിയുടെ നാടകം ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത് പ്രിയഗീതം ചെയ്തപ്പോൾ ഒരുപാട് നല്ല അനുഭവങ്ങളുണ്ടായി. പണ്ട് കൂടെ വർക്ക് ചെയ്തിരുന്ന ആൾക്കാർ അപ്രതീക്ഷിതമായിട്ട് വിളിച്ചവരുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്ത സമയത്ത് പണ്ട് എൻ്റെ നാടകം കണ്ട് അത് ഓർമ്മിച്ച് വെച്ച് വിളിച്ചവരുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു നൊസ്റ്റാൾജിയ നമുക്കുണ്ടാവണമെങ്കിൽ അത് തീർച്ചയായിട്ടും ആകാശവാണി പോലത്തെ ഒരു സ്ഥലത്തായിരിക്കും. കാരണം വേറെ ഒരു സ്ഥലങ്ങളിലും പല ഇന്റർവ്യൂസിന് നമ്മൾ പോയിട്ടുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ആകാശവാണിയിൽ വന്നപ്പോഴാണ് അങ്ങനെ ഏറ്റവും വളരെ നല്ല നിഷ്കളങ്കമായ സാധാരണക്കാരുടെ ഇടയിൽ നിന്നുള്ള കോൾസ് ആയിരുന്നു. അതൊക്കെ മനസ്സിന് ഒരുപാട് സുഖം തരുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരുപാട് സന്തോഷം. എന്തായാലും ഈ ഭാഗമാകാൻ വിളിച്ചതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മഞ്ചേരി ആകാശവാണിയുടെ 20ാം വാർഷികത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ ഓൾ ദ ബെസ്റ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എന്നുള്ളതല്ല, എനിക്കിഷ്ടപ്പെട്ട പാട്ടുകളിലൊന്ന് ഞാൻ അഭിനയിച്ചതിൻ്റെ പാട്ട് തന്നെ, ഞാൻ മിഴികളിൽ എന്നുള്ള പാട്ട് ബംഗ്ലാവിൽ ഔദാ എന്നുള്ള സിനിമയിൽ, അത് എനിക്ക് വേണ്ടി പ്ലേ ചെയ്താൽ കൊള്ളാം.
എന്നരികിലായി നിൻ കൊലുസു കിലുകിലേ നിൻ സമ്മതം നിറഞ്ഞ കൊഞ്ചലായി വന്നുവോ കരളിന്റെ കവിതയായി കനവൊന്നു മലരിടാൻ കഴിയുന്ന പുലരിനാളിലെന്റെ സ്വയംവരം അലസമായി എന്നരികിലായി നിൻ കൊലുസു കിലുകിലേ നിൻ സമ്മതം നിറഞ്ഞ കൊഞ്ചലായി വന്നുവോ ഇടയവചനവും മധുരമണികളും ചേർന്നു ദിവ്യമായിടുന്ന സന്ധ്യ തന്നിലായി തരളലതകളും തരുണശിലകളും മഞ്ഞു കൊണ്ടു മെയ്യുരമ്മി നിന്നിടുമ്പോഴായി ഒരു നുള്ളു ചന്ദനം എന്റെ നെറ്റിയിൽ നീ തൊടുന്ന നേരമെന്ന് നിന്റെ രാധ ഞാൻ മിഴികളിൽ നിൻമിഴികളിൽ മിഴികളിൽ നിൻമിഴികളിൽ വെണ്ണെഴുതു തിരികളിൽ പൊന്നാളമായി ഒലീവുമായി ഒരാൾ വന്നുവോ ഹരിതവനികളും പുതിയ കനികളും സ്നേഹമോടെ പന്തലിട്ട് നിന്ന നാളിലായി കിളികുലങ്ങൾ തൻ കുരവ നിറയുമീ തീരമിന്നു താലമേന്തി നിന്ന വേളയിൽ ഒരു നുള്ളു കുങ്കുമം നിന്റെ രേഖയിൽ ഞാൻ അണിഞ്ഞിടുന്ന പോലെ നിന്നു പോയി നീ മിഴികളിൽ നിൻമിഴികളിൽ വെണ്ണെഴുതു തിരികളിൽ പൊന്നാളമായൊലീവുമായി ഒരാൾ വന്നുവോ കരളിന്റെ കവിതയായി കനവൊന്നു മലരിടാൻ കഴിയുന്ന പുലരിനാളിൽ നിന്റെ സ്വയംവരം മിഴികളിൽ നിൻമിഴികളിൽ വെണ്മെഴുതു തിരികളിൽ നന്നാനന തന്നാനന നന്നാനന കാവ്യാത്മകവും ഗതകാല സ്മരണകൾ ഉണർത്തുന്നതുമായ വരികളാൽ സമ്പന്നമായ ബാപ്പു വാവാടിന്റെ ഗാനങ്ങൾ ആസ്വാദകർക്ക് ഏറെ പ്രിയപ്പെട്ടവയാണ്. FM മഞ്ചേരിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഞാൻ ബാപ്പു വാവാട് ആണ്. മലയാള ചലച്ചിത്ര സംഗീത രംഗത്ത് ഗാനരചയിതാവായി ശോഭിക്കുന്ന അദ്ദേഹം കലാസാഹിത്യ രംഗത്തേക്കുള്ള തന്റെ കടന്നുവരവിൽ ആകാശവാണിയുടെ പങ്കിനെക്കുറിച്ച് ഓർമ്മിക്കുന്നു. ഇതിനിടയ്ക്ക് 1-2 പരിപാടികളിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുകയും എൻ്റെ പാട്ടുകൾ പങ്കുവെക്കുകയൊക്കെ ചെയ്തതായിട്ട് നിങ്ങൾ ഓർക്കും എന്ന് ഞാൻ കരുതുകയാണ്. എൻ്റെ ഗാനം, അതുപോലെ മൈലാഞ്ചി മൊഞ്ച് തുടങ്ങിയ പരിപാടികളിലൂടെയായിരുന്നു ആ ബന്ധം സ്ഥാപിച്ചത്. ഒരുപാട് ശ്രോതാക്കൾ അന്ന് അതിനുശേഷം എന്നെ ഫോണിൽ ബന്ധപ്പെടുകയും പരിചയം പുതുക്കുകയും ദൃഢതരമാക്കുകയൊക്കെ ചെയ്തു എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. ഏതായാലും നമ്മുടെ FM മഞ്ചേരി നിലയത്തിൻ്റെ 20 വർഷം പൂർത്തിയാകുന്ന ഘട്ടമാണിത്. ഈ സമയത്ത് വിവിധ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിലയത്തിനും ഈ പരിപാടികൾക്കെല്ലാം തന്നെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു, ആശംസകൾ അർപ്പിക്കുന്നു. ഒപ്പം തന്നെ എന്നെപ്പോലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ റേഡിയോയുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ റേഡിയോയിലൂടെ ആണ് യഥാർത്ഥത്തിൽ പാട്ടുകൾ കേൾക്കുന്നത്. പാട്ടുകളെന്നില്ല, മിക്കവാറും പല പരിപാടികളും നമ്മൾ കേൾക്കുകയും കലാരംഗത്ത് അല്ലെങ്കിൽ കലാസാഹിത്യ രംഗങ്ങളിലേക്ക് നമ്മളെ ഒക്കെ വലിച്ചടുപ്പിക്കുന്നതിനുള്ള പ്രധാനമായിട്ടുള്ള ഒരു മീഡിയ എന്ന റേഡിയോ തന്നെ ആയിരുന്നു എന്നതാണ് സത്യം. ആകാശവാണിയുടെ കോഴിക്കോട് നിലയത്തിലൂടെ കവിതകൾ, പാട്ടുകൾ, അതുപോലുള്ള പല പരിപാടികളും അവതരിപ്പിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ഈ രംഗത്തേക്ക് കാലുകുത്തിയത് ഞാൻ ഓർക്കുകയാണ്. ആ കാലത്ത് നമ്മൾ കേട്ടിരുന്ന പാട്ടുകൾ കുറഞ്ഞ സമയങ്ങളിൽ മാത്രമേ റേഡിയോയിൽ കിട്ടൂ. എന്ന് വെച്ചാൽ ഒരു ദിവസം ചിലപ്പോൾ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞാൽ 2 മണിക്കൂറോ പാട്ടുകൾ കിട്ടും, ചിലപ്പോൾ അതിൽ കുറയും. പക്ഷേ ആ സമയത്ത് നമുക്ക് കിട്ടുന്ന, നമ്മൾ കേൾക്കുന്ന ആ പാട്ടുകൾ നമ്മുടെ മനസ്സിൽ വല്ലാതെ പതിയുകയും നമുക്ക് ആ പാട്ടുകളോട് നമ്മൾക്ക് വല്ലാത്തൊരു
ഒരു ആഭിമുഖ്യവും അതിനോടൊരു ഇഷ്ടവും ഒക്കെ ഉണ്ടാവുകയും നമ്മുടെ മനസ്സിൽ ആ പാട്ടുകൾ പതിഞ്ഞ് കിടക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു അന്നത്തെ റേഡിയോയിലൂടെ കേട്ട പാട്ടുകളുടെ ഒരവസ്ഥ. ഏതായാലും 20ാം വാർഷികം ആചരിക്കുന്ന നമ്മുടെ FM മഞ്ചേരിയുടെ നിലയത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഈ ശ്രോതാക്കളായ എല്ലാവർക്കും, പ്രിയപ്പെട്ട എല്ലാവർക്കും എല്ലാ നന്മകളും എന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിങ്ങളുടെ ബാപ്പു വാവാട്. എന്നോ ഞാനിന്റെ മുറ്റത്തൊരറ്റത്ത് പുന്നാരിച്ചൊരു മുല്ല നട്ടു, കണ്ണീർ തേവി നനച്ചു കിനാവിന്റെ പൊൻതൂവൽ കൊണ്ട് പന്തലിട്ടു, മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാ വള്ളിയിലൊന്നു തൊട്ടു, രണ്ടാം നാളിന്റെ ജീവനമുട്ടവനെന്റെ വന്നു കട്ടു, ഇരുട്ടിന്റെ കൂട്ടിൽ കൊണ്ടേയിട്ടു. ഇന്നോ ഞാനിന്റെ മുറ്റത്തൊരറ്റത്ത് പുന്നാരിച്ചൊരു മുല്ല നട്ടു, മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാ വള്ളിയിലൊന്നു തൊട്ടു, രണ്ടാം നാളിന്റെ ജീവനമുട്ടവനെന്റെ വന്നു കട്ടു, ഇരുട്ടിന്റെ കൂട്ടിൽ കൊണ്ടേയിട്ടു. വടയിട്ട് കൈകൊട്ടിപ്പാടുന്ന തത്തമ്മ കിളിയുടെ പാട്ടിന്നു കേട്ടില്ല ഞാൻ, വണ്ണാത്തിപ്പുള്ളിനും അണ്ണാരക്കണ്ണനും മണ്ണപ്പം ചുട്ടു കൊടുത്തില്ല ഞാൻ, മാനത്തൂടെ മേഘത്തേരി മാലാഖമാരെത്തും നേരം, മാല കോർത്തു മാറിലണിയിക്കാൻ മുല്ലപ്പൂക്കളില്ല, എന്റെ കയ്യിൽ മുത്തും പൊന്നുമില്ല. ഇന്നോ ഞാനിന്റെ മുറ്റത്തൊരറ്റത്ത് പുന്നാരിച്ചൊരു മുല്ല നട്ടു, മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാ വള്ളിയിലൊന്നു തൊട്ടു, രണ്ടാം നാളിന്റെ ജീവനമുട്ടവനെന്റെ വന്നു കട്ടു, ഇരുട്ടിന്റെ കൂട്ടിൽ കൊണ്ടേയിട്ടു. വന്നെങ്കിലമ്പേലിക്കുട്ടനും തുമ്പിക്കും പിന്നെയും കൂട്ടായി തേൻ വസന്തം, തന്നെങ്കിലോരോരോ ചുണ്ടിലും മായാത്ത പുഞ്ചിരി ചാലിച്ചെടുത്ത ചന്തം, കൊക്കുരുമ്മി മാമരത്തിൽ കുയിലിനകൾ പാടിയെങ്കിൽ, കാട്ടരുവി കെട്ടും കൊലുസുകൾ പൊട്ടിച്ചിരിച്ചുവെങ്കിൽ, സ്വപ്നങ്ങൾ മുട്ടിട്ടുണർന്നുവെങ്കിൽ. ഇന്നോ ഞാനിന്റെ മുറ്റത്തൊരറ്റത്ത് പുന്നാരിച്ചൊരു മുല്ല നട്ടു, കണ്ണീർ തേവി നനച്ചു കിനാവിന്റെ പൊൻതൂവൽ കൊണ്ട് പന്തലിട്ടു, മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാ വള്ളിയിലൊന്നു തൊട്ടു, രണ്ടാം നാളിന്റെ ജീവനമുട്ടവനെന്റെ വന്നു കട്ടു, ഇരുട്ടിന്റെ കൂട്ടിൽ കൊണ്ടേയിട്ടു. ഇന്നോ ഞാനിന്റെ മുറ്റത്തൊരറ്റത്ത് പുന്നാരിച്ചൊരു മുല്ല നട്ടു, മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാ വള്ളിയിലൊന്നു തൊട്ടു, രണ്ടാം നാളിന്റെ ജീവനമുട്ടവനെന്റെ വന്നു കട്ടു, ഇരുട്ടിന്റെ കൂട്ടിൽ കൊണ്ടേയിട്ടു. അനേക വർഷങ്ങളായി റേഡിയോയുമായി ആത്മബന്ധം പുലർത്തുന്ന പ്രിയപ്പെട്ട അഭിനേതാവ് ദിനേശ് പണിക്കർ, വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ അദ്ദേഹത്തിന്റെ വാക്കുകൾ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദിനേശ് പണിക്കരാണ്. 20ാമത്തെ വർഷം ആഘോഷിക്കുന്ന മഞ്ചേരി ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഓൾ ബെസ്റ്റ് വിഷസ്. ആൻഡ് ഇനിയും വർഷങ്ങളോളം നമ്മുടെ ഓൾ ഇന്ത്യ റേഡിയോ എല്ലാവരെയും സൂചിപ്പിച്ച് പാട്ട് കേൾപ്പിച്ച് നല്ല രീതിയിൽ പോകട്ടെ എന്ന് ആശംസിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനേകം വർഷമായിട്ട് ശരിക്കും ഓൾ ഇന്ത്യ റേഡിയോയിൽ എനിക്ക് ബന്ധമുണ്ട്. ഞാൻ പല പല പ്രോഗ്രാംസിലും എനിക്ക് തോന്നുന്നു ഈ ആളുകളുടെ ഇഷ്ടങ്ങൾ ചോദിച്ച് നമ്മൾ അവരോട് സംസാരിക്കുന്ന പ്രോഗ്രാം, അവരോട് ഒരാളായിട്ട് മാറി നിന്ന് സംസാരിക്കാൻ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരമാണത്. അത് ഓൾ ഇന്ത്യ റേഡിയോ മാത്രമേ ശരിക്കും പറയാൻ നമുക്ക് അങ്ങനെ ഒരു അവസരം നൽകുന്നുള്ളൂ. പിന്നെ എൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യം പറയാനായിട്ടും ഒരു അവസരം നമുക്ക് തരുന്നത് ഇങ്ങനത്തെ പ്രോഗ്രാംസ് മുഖേന തന്നെയാണ്. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചാൽ അനേകം പാട്ടുകൾ, ആരോട് ചോദിച്ചാലും ശരി, പെട്ടെന്നൊരു പാട്ട് ചോദിച്ചു കഴിഞ്ഞാൽ
ഒരു പാട്ട് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് ചില പാട്ടുകളോട് നമുക്കൊരു ഇഷ്ടമുണ്ടാവും, അല്ലെങ്കിൽ ഒരു അടുപ്പം ഉണ്ടാവും, അതിനൊക്കെ ഓരോ റീസൺസ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് ഏറ്റവും അടുപ്പം ഉള്ള ഒരു പാട്ടെന്ന് പറയുന്നത് കിരീടത്തിലെ കണ്ണീർ പൂവ് എന്നുള്ള പാട്ട് തന്നെയാണ്. കാരണം ഞാൻ ആദ്യമായിട്ട് സിനിമ ഇൻഡസ്ട്രിയിൽ എനിക്കൊരു നിർമ്മാണം എന്ന് പറയുന്ന മേഖലയിലോട്ട് കടക്കാൻ അവസരം കിട്ടിയത് കിരീടം കൊണ്ടാണ്. അപ്പൊ കിരീടം എന്ന സിനിമ നിർമ്മിച്ചപ്പോൾ അതിലൊരു മനോഹരമായിട്ടുള്ള ഗാനം കൂടി ഞങ്ങൾക്ക് അത് ഒരുക്കിയെടുക്കാൻ സാധിച്ചു. അതാണ് കണ്ണീർ പൂവ് എന്നുള്ളത്. അതും എനിക്ക് നാഷണൽ ലെവലിൽ പോലെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പാട്ട് കൂടി ആയതുകൊണ്ടാണ് ഞാൻ ആ പാട്ട് കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്നത്. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു, എന്തേ ഉള്ളോർക്കുടം പോലെ തേങ്ങി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി. അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി 1000 കൈ നീട്ടി നിന്നു സൂര്യതാപമായി താതന്റെ ശോകം വിട ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണലിഞ്ഞു. കനിവേകുമീ വെണ്ണേകവും മഴനീർക്കിനാവായി മറഞ്ഞു. ദൂരെ ഉള്ളോർക്കുടം കേണുറങ്ങി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി. ഞങ്ങളുടെ ഗാനം 2ാം ഭാഗമാണ് കേട്ടത്. ഈ ഭാഗത്തിൽ പങ്കെടുത്തവർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ പി രവീന്ദ്രൻ, കവിയും പ്രക്ഷേപകനുമായ PP ശ്രീധരനുണ്ണി, അഭിനേതാവ് ശരത് ദാസ്, ഗാനരചയിതാവ് OM കരുവാരക്കുണ്ട്, അഭിനേതാവ് സാജൻ സൂര്യ, ഗാനരചയിതാവ് ബാപ്പു വാവാട്, അഭിനേതാവും നിർമ്മാതാവുമായ ദിനേശ് പണിക്കർ.
ഞങ്ങളുടെ ഗാനം അവസാന ഭാഗം മഞ്ചേരി FM-ന്റെ 20ാം വാർഷിക ദിനമായ നാളെ രാവിലെ 8:25 കേൾക്കാം. ശ്രുതിലയ ഭാവസുന്ദരം സുമധുരമാകുമീ സ്വരം ജനമന സ്നേഹസാന്ദ്രമായി. നിർവഹണം മുനീർ ആമയൂർ. നിർവഹണ സഹായം യു കൃഷ്ണപ്രസാദ്, സുഹൃത എസ്. FM മഞ്ചേരി എന്നുമേ നാടിൻ ജീവനായി നിറനാദമായി.